അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട വിശ്വാസികളെ, ഹിദായ ഓൺലൈൻ ടിവിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു, അതിനായി പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂർ കൂട്ടായിയിൽ സ്ഥിതി ചെയ്യുന്ന നെച്ചിക്കാട്ടിൽ മക്കാമിനെ സംബന്ധിച്ചാണ്. തീരദേശമായ കൂട്ടായിയിൽ സ്ഥിതി ചെയ്യുന്ന നെച്ചിക്കാട്ടിൽ മക്കാമിലേക്ക് വരുന്നവർ, താന്നൂർ പരപ്പനങ്ങാടി ഭാഗങ്ങളിൽ നിന്ന് വരുന്നവർ താനൂർ ഉണ്ണിയാൽ പറവണ്ണ വഴിയും, അതുപോലെ തിരൂർ ഭാഗത്തു നിന്ന് വരുന്നവർ തിരൂർ പൂങ്ങോട്ടുകുളം പറവണ്ണ അങ്ങനെയും, പുതിയങ്ങാടി ഭാഗത്തു നിന്ന് വരുന്നവർ പുതിയങ്ങാടി പരിയാപുരം അരിക്കാഞ്ചിറ വഴി കൂട്ടായിലേക്കും, അതുപോലെ പൊന്നാനി ഭാഗങ്ങളിൽ നിന്ന് വരുന്നവർ ജങ്കാർ മാർഗം കൂട്ടായിലേക്ക് എത്തുകയോ അല്ലെങ്കിൽ ചമ്രവട്ടം പാലം വഴി ആലുങ്ങൽ വഴി മംഗലം ടച്ച് ചെയ്ത് നേരെ കൂട്ടായിലേക്ക് യാത്ര ചെയ്താൽ കൂട്ടായി നെച്ചിക്കാട്ടിൽ മക്കാമിലേക്ക് എത്താവുന്നതാണ്. ടിപ്പു സുൽത്താൻ റോഡിൻ്റെ പടിഞ്ഞാറ് വശത്ത് സ്ഥിതി ചെയ്യുന്ന നെച്ചിക്കാട്ടിൽ മക്കാമിലേക്ക് കൂട്ടായി ടൗണിൽ നിന്നും കൂട്ടായി അഴിമുഖം റോട്ടിൽ ഏകദേശം 500 മീറ്ററിന് താഴെ മാത്രമാണ് ദൂരമുള്ളത്. ഏതായാലും ഇവിടുത്തെ കറാമത്ത് വളരെ പ്രസിദ്ധിയാർജിച്ചതാണ്. ധാരാളം ആളുകൾ ഇവിടുത്തെ കറാമത്ത് നേരിട്ട് അനുഭവിച്ച് പാഠം ഉൾക്കൊണ്ടവരാണ്. കേരളത്തിൻ്റെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ഭാഗങ്ങളിൽ നിന്ന് ധാരാളം ആളുകൾ എല്ലാ സമയത്തും ഇവിടെ ഒഴുകിയെത്തുകയാണ്. ഇവിടുത്തെ കറാമത്ത് വളരെ വലിയ മഹത്വമുള്ളതാണ്. നമുക്കറിയാം, മക്കളില്ലാത്ത ധാരാളം ആളുകൾ, നമ്മുടെ അറിവിൽ തന്നെ മക്കളില്ലാത്ത ധാരാളം ആളുകൾക്ക് ഇവിടെ വന്ന് മാല പാടിയിട്ടും, അതുപോലെ ഇവിടെ വന്ന് അരി നേർച്ചയാക്കിയിട്ടും, അങ്ങനെ ഇവിടെ വന്ന് മനസ്സ് നൊന്ത് പ്രാർത്ഥിച്ചത് കാരണം മഹാനവറുകളുടെ കറാമത്ത് കൊണ്ട് കുട്ടികളുണ്ടായ ധാരാളം അനുഭവങ്ങൾ ഇന്നും ധാരാളം ആളുകൾക്ക് പറയാനുണ്ട്. അങ്ങനെ കുട്ടികളുണ്ടായതിന് ശേഷം ഇവിടെ വന്ന് അനുഭവം പങ്കുവച്ചവർ, നമ്മോട് നേരിട്ട് തന്നെ പങ്കുവച്ചവർ നമ്മുടെ അറിവിൽ ധാരാളമുണ്ട്. ഇവിടെ വന്ന് മഹാനവറുകളെ സിയാറത്ത് ചെയ്ത് മനസ്സറിഞ്ഞ് മഹാനവറുകളോട് ദുആ ചെയ്താൽ മക്കളുണ്ടാകും എന്ന് പറഞ്ഞപ്പോൾ ചിലർക്കൊക്കെ ഒരാശങ്ക അല്ലെങ്കിൽ ഒരു സംശയം, എങ്ങനെയപ്പോൾ മഹാനവറുകളോട് പറഞ്ഞാൽ കുട്ടികളുണ്ടാവുക എന്നതാണ്. പക്ഷേ നമ്മുടെ പ്രശ്നങ്ങൾ എന്താണോ എന്നുള്ളത് നമ്മൾ മഹാനവറുകളോട് പറയുകയും, നമ്മുടെ വിശ്വാസം, നമ്മുടെ ആത്മാർത്ഥത, നമ്മുടെ സമർപ്പണം എങ്ങനെയായിരിക്കും അതുപോലെയായിരിക്കും നമ്മുടെ കാര്യം. അപ്പോൾ ചുരുക്കത്തിൽ നമ്മൾ ആത്മാർത്ഥമായി വിശ്വാസത്തോടുകൂടെ മഹാന്മാരായ ഔലിയാക്കന്മാർക്ക് അതിന് കഴിയും എന്ന വിശ്വാസത്തോടുകൂടെ അള്ളാഹുവിനെ തവക്കുലാക്കി നമ്മൾ ദുആ ചെയ്താൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ കണക്കനുസരിച്ച് നമുക്ക് തീർച്ചയായും അതിൻ്റെ ഫലം കാണാൻ സാധിക്കും. ഈ രൂപത്തിൽ മക്കളില്ലാതെ വിഷമത്തിൽ വരുന്ന ആളുകളോട് ഇവിടുത്തെ ഹാദിമ്യങ്ങൾ പറയാറുള്ളത്, ബഹുമാനപ്പെട്ട നെച്ചിക്കാട്ടിലുപ്പാപ്പയുടെ മനാഖിബ് മാല, 100 വർഷത്തിലപ്പുറം പഴക്കമുള്ള മനാഖിബ് മാല ചൊല്ലാൻ വേണ്ടി നിർദ്ദേശിക്കുകയും, അതുപോലെ മഹാനവറുകളുടെ മക്കാമിലേക്ക് ഒരു ചാക്ക് അരി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംഖ്യ നേർച്ചയാക്കാൻ വേണ്ടി പറയാറുമാണ് പതിവ്. അങ്ങനെ വിശ്വാസത്തോടുകൂടെയും പ്രതീക്ഷയോടുകൂടെയും നേർച്ചയാക്കി സമർപ്പിച്ച ആളുകൾക്ക്, ധാരാളം ആളുകൾക്ക് മക്കൾ ഉണ്ടായി സന്തോഷത്തോടുകൂടെ പിന്നീട് വന്ന് ഇവിടെ നേർച്ച എത്തിച്ചതും അനുഭവം പങ്കുവച്ചതുമായ സംഭവങ്ങൾ നമുക്ക് സന്തോഷത്തോടെ ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ട്. നെച്ചിക്കാട്ടിൽ മക്കാമിൻ്റെ തൊട്ട് കിഴക്ക് വശത്ത് സ്ഥിതി ചെയ്യുന്ന പഴയ പള്ളി എന്നറിയപ്പെടുന്ന പള്ളി, ആ പള്ളിയിൽ മുൻകാലത്ത് ജോലി ചെയ്തിരുന്ന ഉസ്താദ്, ആ ഉസ്താദ് ബഹുമാനപ്പെട്ട നെച്ചിക്കാട്ടിൽ വലിയനെ സംബന്ധിച്ച് മഹാനവറുകളുടെ ധാരാളം ചരിത്രങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു മനാഖിബ് മാല രചിച്ചിട്ടുണ്ട്. മുഹീദ്ദീന്മാരൊക്കെ പോലെ വലിയ ഒരു മാലയാണ്. ആ മാല ഇന്നും പല ആളുകളും പല മുറാദുകളും വെച്ചുകൊണ്ട് മാല ചൊല്ലിക്കാൻ വേണ്ടി നേർച്ചയാക്കുകയും മക്കാമിൽ വന്ന് ഹാദിമ്യങ്ങളോട് അവർക്ക് ഹദിയ കൊടുത്ത് മാല ചൊല്ലിക്കാൻ വേണ്ടി നിർദ്ദേശിക്കാറും ഉണ്ട്. ഏതായാലും അങ്ങനെ ചൊല്ലിക്കുന്നതിൽ ധാരാളം ഫലങ്ങളുണ്ട്. ഏതായാലും ഞാനിപ്പോൾ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് മാലയെ സംബന്ധിച്ച് നമുക്ക് ധാരാളം ചരിത്രങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് സമയത്തിനനുസരിച്ച് നമുക്ക് പിന്നീട് മറ്റൊരു വീഡിയോ ചെയ്യാം. ബഹുമാനപ്പെട്ട ആഷിഖുർ റസൂൽ കുണ്ടൂർ അബ്ദുൽ ഖാദിർ മുസ്ലിയാർ, നമുക്കറിയാം ആഷിഖുർ റസൂൽ എന്ന പേരിൽ തെന്നിന്ത്യയിലെ ഗരീബ് നവാസ് എന്നറിയപ്പെടുന്ന കുണ്ടൂർ ഉസ്താദ്
താനൂർ തയ്യാലക്കടുത്ത് കുണ്ടൂർ അന്ത്യവിശ്രമം കൊള്ളുന്ന ഉസ്താദ് അവർകൾ കൂട്ടായി നെച്ചിക്കാട്ടിൽ മക്കാമുമായി അവേദ്യമായ ബന്ധങ്ങളുണ്ട്. ബഹുമാനപ്പെട്ട കുണ്ടൂർ ഉസ്താദിൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഇടപെടൽ കൂട്ടായി രാജ്യത്ത് എല്ലാവരും ഇന്നും സ്മരിക്കുന്നുണ്ട്. അതായത് കൂട്ടായി നെച്ചിക്കാട്ടിൽ ആണ്ട് നേർച്ച എന്ന പേരിൽ അനിസ്ലാമികപരമായി കൊണ്ട് വലിയ രൂപത്തിൽ ഇവിടെ നേർച്ച നടക്കാറുണ്ടായിരുന്നു. അങ്ങനെ ബഹുമാനപ്പെട്ട കുണ്ടൂർ ഉസ്താദ് അതറിയുകയും ഇവിടുത്തെ നാട്ടിലെ വേണ്ടപ്പെട്ട കാരണവന്മാരെ കാണുകയും അതിൻ്റെ ഇസ്ലാമിക വശങ്ങളൊക്കെ പറഞ്ഞ് ശരിപ്പെടുത്തി തെറ്റായ വശങ്ങളൊക്കെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഉസ്താദ് അവറുകളുടെ നേതൃത്വത്തിൽ നാട്ടുകാരുടെ ഒത്താശയോടുകൂടെ സഹകരണത്തോടുകൂടെ ആ നേർച്ച പാടെ ഇല്ലാതാക്കുകയാണ്. അങ്ങനെ ഉസ്താദ് അവറുകൾ എപ്പോഴും കൂട്ടായി നെച്ചിക്കാട്ടിൽ മക്കാമിൽ വരികയും സിയാറത്തിന് വരികയും ഇവിടെ വലിയ ഒരു ബന്ധം സ്ഥാപിക്കുകയും ചെയ്തു. ബഹുമാനപ്പെട്ട ആഷിഖുർ റസൂൽ കുണ്ടൂർ ഉസ്താദിനോട് മക്കളില്ലാതെ പ്രയാസം പറയുന്ന ആളുകളോട് ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ നിർദ്ദേശിച്ചിരുന്നത് നെച്ചിക്കാട്ടിൽ മാല ചെല്ലാൻ വേണ്ടിയാണ്. അതായത് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിലൂടെ ഫ്രെയിമിലാക്കി വെച്ച രൂപത്തിൽ കാണുന്ന മാല, അതാണ് നെച്ചിക്കാട്ട് മാല എന്നറിയപ്പെടുന്ന കുണ്ടൂർ ഉസ്താദ് രചിച്ച മാല. ആ മാലയാണ് കുണ്ടൂർ ഉസ്താദ് സന്താനങ്ങളില്ലാതെ വിഷമം പറയുന്നവരോട് ചെല്ലാൻ വേണ്ടി നിർദ്ദേശിച്ച മാല. നേരെ മറിച്ച് പഴയ പള്ളിയിൽ ജോലി ചെയ്തിരുന്ന ഉസ്താദ് ഉണ്ടാക്കിയ ചരിത്രങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ച വലിയ മനാഖിബ് മാല, അത് മറ്റൊരു മാലയാണ്. അതേതായാലും ഇൻഷാ അല്ലാഹ് അതിൻ്റെ ചരിത്രങ്ങളൊക്കെ നമുക്ക് പിന്നീട് പറയാം. അതുപോലെ തന്നെ ഇവിടെ സിയാറത്തിന് വരുന്നവർക്ക് കാണാൻ സാധിക്കുന്ന മറ്റൊരു കറാമത്ത് ഇവിടുത്തെ മരുന്ന് വെള്ളം, ഔലിയ വെള്ളം എന്നറിയപ്പെടുന്ന കിണറിലെ വെള്ളം. നമുക്കറിയാം ധാരാളം ആളുകൾ വെള്ളപ്പാണ്ട്, കുഷ്ഠരോഗം അങ്ങനെ തുടങ്ങി പല വിധേനയുള്ള രോഗങ്ങൾ മാറാൻ വേണ്ടി ആളുകൾ ഇവിടെ വന്ന് തല നനക്കാറുണ്ട്, അതുപോലെ കുളിക്കാറുണ്ട്. അങ്ങനെ പ്രത്യേകം പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വേണ്ടി പ്രത്യേകം ഭാഗങ്ങൾ തയ്യാർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഏതായാലും ഇവിടുത്തെ വെള്ളം ഒരു മഹനീയമാണ്. അതിൻ്റെ കാരണങ്ങളൊക്കെ നമുക്കറിയാമല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരെ ഇഷ്ടപ്പെടുമ്പോൾ അവൻ്റെ ദൃഷ്ടാന്തങ്ങൾ മഹാന്മാരിലൂടെ, കറാമത്തുകളിലൂടെ അവൻ ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഈ പ്രദേശം തീരദേശ പ്രദേശമായതുകൊണ്ട് തന്നെ ഇവിടെ പരിസരത്തുള്ള വീടുകളിലൊക്കെ വെള്ളം ഉപ്പ് രുചി ഉണ്ടാവാറുണ്ട് ചില സമയങ്ങളിൽ. ആ സമയത്തൊക്കെ ഇവിടുത്തെ പരിസരവാസികളൊക്കെ ഭക്ഷണത്തിന് വേണ്ടിയും മറ്റാവശ്യങ്ങൾക്ക് വേണ്ടിയും ഈ കിണറിലെ വെള്ളമാണ് ഉപയോഗിക്കാറുള്ളത്. ഏത് സമയത്തും ഈ കിണറിലെ വെള്ളം ഉപ്പ് രുചിയൊന്നുമില്ലാതെ പരിശുദ്ധമായ വെള്ളമായിട്ട് തന്നെ നിലനിൽക്കുകയാണ്. അതൊരു കറാമത്ത് തന്നെയാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആര്യവേപ്പ്, വേപ്പ് മരം. ആ വേപ്പ് മരത്തിൽ നമുക്കറിയാം ഇപ്പോൾ നാം നോക്കുന്ന സമയത്ത് തന്നെ കാണാൻ സാധിക്കും അതിൻ്റെ താഴ്ഭാഗത്തുള്ള കൊമ്പിൽ നിന്നൊക്കെ ഇലകൾ പറിച്ചെടുത്തതായിട്ട്. മക്ബറയുടെ പരിസരത്ത് ധാരാളം ആര്യവേപ്പ് മരങ്ങളുണ്ടെങ്കിലും മക്ബറയുടെ തൊട്ട് കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ആ ആര്യവേപ്പ് അതിൻ്റെ ഇലക്ക് കയ്പ് ഉണ്ടാവാറില്ല. അത് ഒരു കറാമത്തായിട്ട് തന്നെയാണ്. കാരണം ആ ഇല പല ആളുകളും പല വിധേനയുള്ള മരുന്നുകൾക്ക് വേണ്ടി ഇപ്പോഴും ഇവിടെ വന്ന് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ രോഗശമനം ലഭിച്ചതായ അനുഭവങ്ങൾ ധാരാളം ആളുകൾ നമ്മോട് പങ്കുവെച്ചവരും അതുപോലെ ഇവിടെ വന്ന് അനുഭവിച്ചറിഞ്ഞവരും ധാരാളമുണ്ട്. ഏതായാലും ഞാനിപ്പോൾ കൂടുതലായി വിഷയങ്ങളൊന്നും പറയുന്നില്ല. ഇൻഷാ അല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീക്ക് ചെയ്താൽ നമുക്ക് നെച്ചിക്കാട്ടിൽ വീഡിയോ ധാരാളം ചരിത്രങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വീണ്ടും പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അതുപോലെ തന്നെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പഴയ പള്ളിയോട് ചേർന്ന്, പഴയ പള്ളിയുടെ കിഴക്ക് വശത്ത് റോഡിനോട് ചേർന്ന് തന്നെ നിൽക്കുന്ന മക്ബറ, പൊളിഞ്ഞ ജാറം എന്നാണ് അതിന് അറിയപ്പെടുക. ഏതായാലും അതിൻ്റെ ചരിത്രവും ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരെ സ്നേഹിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മയും ഉൾപ്പെടുത്തട്ടെ എന്ന് മാത്രം പറഞ്ഞ് ഞാൻ നിർത്തുന്നു. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും.